Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹോസ്പിറ്റൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, ഇതേപോലെ എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് എക്കണോമിക് വാലബിലിറ്റി ആണ്. ഒരു ഹോസ്പിറ്റൽ പ്ലാൻ നമ്മൾ നടപ്പിലാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ സമയത്ത്, ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ അത്യാവശ്യം സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. ഗുഡ് ക്വാളിറ്റി കെയർ, സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ലൊരു കെയർ നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻസ് കെയർ ഗോൾ ബേസ്ഡ് ഓൺ സർവീസ് ഡിമാൻഡഡ്. അവര് ഡിമാൻഡ് ചെയ്യുന്ന സർവീസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ പ്രോപ്പർ ആയിട്ട് അവർ തരുന്ന ഫിനാൻസ് അല്ലെങ്കിൽ അവർ തരുന്ന എമൗണ്ടിന് ആക്യുറേറ്റ് ആയിട്ടുള്ള സർവീസ് നമ്മൾ റെൻഡർ ചെയ്യണം. നമ്മുടെ സ്റ്റാഫ്സും എക്യുപ്മെന്റ്സും അതിന് കേപ്പബിൾ ആയിരിക്കണം. കറക്റ്റ് അവർ ഡിമാൻഡ് ചെയ്യുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫും അതേപോലെ തന്നെ എന്താണ് എക്യുപ്മെന്റ്സും, ഓരോ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സും നമ്മുടെ ഓർഗനൈസേഷനിൽ വേണം, ഹോസ്പിറ്റലിൽ വേണം. പ്ലാൻ എക്സ്പാൻഷൻ ബേസ്ഡ് ഓൺ റിയൽ കമ്മ്യൂണിറ്റി നീഡ്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ പേജ് നമ്പർ 121 ആണ്. ഈ ഹോസ്പിറ്റൽസിൽ നമ്മൾ എക്സ്പാൻഷനോ അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് മുൻകൈ എടുത്താൽ മതി. കാരണം കമ്മ്യൂണിറ്റി നീഡഡ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്പാൻഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്താൽ മതി. പ്രോപ്പർ ഫണ്ടിങ് ഫോർ റീപ്ലേസ്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ടൈം കഴിയുമ്പോൾ ഡിപ്രിസിയേഷൻ സംഭവിക്കും അല്ലെ, എന്ന് വെച്ചാല് തേയ്മാനം വരും. അപ്പൊ ആ എക്യുപ്മെന്റ്സ് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ്, എക്സ്പാൻഷൻ ഓഫ് ഫെസിലിറ്റീസും കാര്യങ്ങളും എക്യുപ്മെന്റ്സിൽ. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കോസ്റ്റ് ഒരിക്കലും പേഷ്യന്റിന് ബേർഡൻ ആവാത്ത രീതിയിൽ. ചില ആൾക്കാർ പുതിയ എന്ത് ചെയ്യും, ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങും, എന്നിട്ട് അത് അവിടെ വരുന്ന പേഷ്യന്റിൽ നിന്ന് ചാർജ് ചെയ്യും കൂടുതലായിട്ട് എമൗണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ബേർഡൻ ആണ്. അങ്ങനെ വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ് ഇത് നല്ലതായിരിക്കും. ഇപ്പൊ പുതിയൊരു മെഷീൻ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് എല്ലാ വർഷവും ഇത്ര എമൗണ്ട് ആ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിലൂടെ നമുക്ക് റീപ്ലേസ്ഡ് ആവുന്ന ടൈം ആവുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫണ്ട് കിട്ടും. ആ ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് പുതിയ മെഷീൻ വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ അത് പേഷ്യന്റിന് ബേർഡൻ ആക്കാൻ പാടില്ല. ആനുവൽ ബഡ്ജറ്റ് പ്ലാനിങ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ചേഞ്ചിങ് ടൈം. നമുക്കറിയാം ഓരോ വർഷവും ഏതൊരു സ്ഥാപനത്തിലായാലും ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ബഡ്ജറ്റ് അത് പ്രിപ്പയർ ചെയ്യാൻ ഹോസ്പിറ്റൽസിന്റെ നീഡ്സ് അനുസരിച്ച് അത് നടപ്പിലാക്കുകയും വേണം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് വാലബിലിറ്റി ആണ്. എക്കണോമിക് വാലബിലിറ്റി ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ത്രൂ ടേക്കിംഗ് ദീസ് മെഷേഴ്സ്. ഈ മെഷേഴ്സിലൂടെയാണ് നമുക്ക് എക്കണോമിക് വാലബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നോക്കാം. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ സൗണ്ട് ആയിട്ടൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. ഫണ്ടും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ വേണം. ഇൻ കീപ്പിംഗ് വിത്ത് ഡിസറബിൾ ക്വാളിറ്റി ഓഫ് കെയർ. നമ്മൾ ഫണ്ടും കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല, കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫണ്ടും കാര്യങ്ങളും എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാണ് വേണ്ടത്. സെക്കൻഡ് പോയിന്റ്, പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പേഷ്യൻസിന് കെയറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അവര് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സർവീസും കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് സ്റ്റാഫ്സും എക്യുപ്മെന്റ്സും അവൈലബിൾ ആയിരിക്കണം. Patient care objective that consists with the projected service demanded. അവര് ഡിമാൻഡ് ചെയ്യുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. അവൈലബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് ഫിനാൻസ്, അതിന് നമ്മളുടെ സ്ഥാപനത്തിൽ ഫണ്ട് വേണം. ആൻഡ് ആഡ്വക്കേറ്റ് പേഴ്സണൽസ്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ സ്റ്റാഫുകൾ വേണം. ആൻഡ് എക്യുപ്മെന്റ്സ്, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്,
പ്രോപ്പർ യൂസ് ഓഫ് എക്യുപ്മെന്റ്സിലൂടെയാണ്. അപ്പൊ ആ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കണം. Then a planned program of expansion based on solely on demonstrated community needs. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് സൊസൈറ്റിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്പാൻഷനെ കുറിച്ചിട്ടോ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ നമുക്ക് ചിന്തിച്ചാൽ മതി. കാരണം അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം നടപ്പിലാക്കുന്നതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിന് അതൊരു ബേർഡൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ആവശ്യകത മുൻനിർത്തി വേണം നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കാനായിട്ട്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പ്രോപ്പർ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്. നമുക്കറിയാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളാണല്ലേ ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു ബേർഡനാണ്. ഓട്ടോമാറ്റിക്കലി പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത് ആ ബേർഡൻ നേരെ പേഷ്യൻസിൽ നിന്ന് ചാർജ് ചെയ്യും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. A specific program of fundraising that will assure replacement, improvement and expansion of facilities and equipment without imposing too much cost burden on patient charge. അപ്പൊ നമുക്ക് റീപ്ലേസ്മെന്റോ ഇംപ്രൂവ്മെന്റോ എക്സ്പാൻഷനോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും പേഷ്യന്റിൽ നിന്ന് ചാർജ് ചെയ്യാത്ത രീതിയിൽ, പേഷ്യന്റിനെ ഇമ്പോസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റും ഇംപ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു എക്യുപ്മെന്റിന്റെ ഫണ്ട് നമ്മൾ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആനുവൽ ബഡ്ജറ്റ് പ്ലാൻസ്, ഏതൊരു ഹോസ്പിറ്റലിനും ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാവും. മെയിൻ്റെനൻസ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാനും അതിന് വേണ്ട ഫണ്ട് കണ്ടെത്താനും ഈ ഒരു പ്ലാൻ ഹെൽപ്പ് ചെയ്യും. An annual budget plan that will permit the hospital to keep pace with the time. കറക്റ്റ് ടൈമിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ചെലവുകൾ മുന്നിൽ കാണാനും അതനുസരിച്ച് നമുക്ക് ഫണ്ടും കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാനും ഏത് ഹെൽപ്പ് ചെയ്യും? ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എക്കണോമിക് വാലിബിലിറ്റി. റീഡ് ചെയ്തു എല്ലാവരും? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഓർഡർലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓർഡർലി പ്ലാനിങ്, നമ്മൾ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ സമയത്ത് ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. Hospital administrators should take the main responsibility for planning.
സാധാരണയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓർഡർലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് മെയിൻലി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സ്പേർട്സിൽ നിന്നും സപ്പോർട്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ഹോസ്പിറ്റല് സ്ഥാപിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റല് എന്ത് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് എത്ര ഫിനാൻസ് വേണം, അതിന്റെ മറ്റു ഫംഗ്ഷനുകൾ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ, പിന്നെ ആർക്കിടെക്ചറൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ നോളജും കാര്യങ്ങളും നമ്മൾ കണ്ടെത്തണം. ദെൻ നമുക്ക് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പ്ലാനുകൾ അല്ലെങ്കിൽ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ ടാർഗറ്റുകൾ. ഇത് ലോങ് ടൈമിലേക്കുള്ള ഭാവിയിലേക്കുള്ള ടാർഗറ്റാണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റാണ്. അതിനെ കുറിച്ചിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ വേണം. പ്രിപ്പയർ ഫങ്ഷണൽ പ്രോഗ്രാം എക്സ്പാൻഡിങ്. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ബ്രാഞ്ചസോ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഫങ്ഷണൽ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്, നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ്, അതേപോലെ എക്യുപ്മെന്റ്സ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം. ആ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണോ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സ്റ്റാഫിന് ആവശ്യമാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫ് അറേഞ്ച്മെന്റ്സ് നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ട് വരും. ഓർഡർലി പ്ലാനിങ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഓഫ് പ്ലാൻസ് വേണം. ആ പ്ലാൻസും കാര്യങ്ങളും മെയിൻലി എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നോക്കി നടത്തുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Orderly planning should be achieved by the hospital through the following. താഴെ പറയുന്ന രീതിയിലാണ് ഒരു ഓർഡർലി പ്ലാൻ ഹോസ്പിറ്റലിൽ അച്ചീവ് ചെയ്യുന്നത്. Acceptance by the hospital administrator of the primary responsibility. സാധാരണയായിട്ട് ഈ പ്ലാനിങ്ങിന് ഏറ്റവും പ്രൈമറി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഫോർ ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ്, ഷോർട്ട് ടൈം പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് സാധാരണയായിട്ട് റെസ്പോൺസിബിൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. വിത്ത് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഫ്രം കോമ്പിറ്റന്റ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും അല്ലെ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഫിനാൻസും കാര്യങ്ങളും റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് വേണം. ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, നമ്മുടെ ഓർഗനൈസേഷൻസ് എന്തെല്ലാം ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് നടപ്പിലാക്കുന്നത് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് നോളജ് ഉള്ള ഒരു വ്യക്തി വേണം. ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സ്, നമുക്കറിയാം ഒരു ബിൽഡിംഗ് സാധാരണ പോലെ നമ്മളിപ്പോ വീടൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റൽസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ നല്ലൊരു ഗുഡ് ആർക്കിടെക്ചർ അഡ്വൈസറിൽ നിന്ന് നമുക്ക് എന്ത് വേണം, അഡ്വൈസും കാര്യങ്ങളും വേണം. ഇതെല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് എന്ന് ഇവിടെ പറയുന്നത് ലോങ് റേഞ്ച് പ്ലാനിങ് ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പ്ലാനുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. വിത്ത് എ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റി, നമുക്ക് ഓരോ പ്രയോറിറ്റി ഉണ്ടാവും. ഫസ്റ്റ് ഇന്ന പ്ലാൻ അറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം. അതനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി ടാർഗറ്റ് ഡേറ്റ് ഓൺ വിച്ച് സച്ച് ഒബ്ജക്റ്റീവ് മേ ബി അച്ചീവ്ഡ്. ഇത് എത്ര നാളിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഏതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, ഫസ്റ്റ് അച്ചീവ് ചെയ്ത ഒബ്ജക്റ്റീവ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് preparation of a functional program that describe the short range objectives, facilities, equipment, staff necessary to achieve them. നമ്മള് ഫങ്ഷണൽ പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതേപോലെ നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് ആവശ്യമാണ്, ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകാൻ എന്തെല്ലാം എക്യുപ്മെന്റ്സ് അതേപോലെ ഫെസിലിറ്റീസ് നീഡഡ് ആണ് എന്നതിനെ കുറിച്ചിട്ടും, അതേപോലെ ഈ ഫെസിലിറ്റിയും എക്യുപ്മെന്റും ഒബ്ജക്റ്റീവും മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് സ്റ്റാഫ്സിനെ ഹയർ ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് സ്റ്റാഫ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യണം. അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതെല്ലാം നമ്മൾ ഈ ഒരു ഓർഡർലി പ്ലാനിങ്ങിന്റെ സമയത്ത് മനസ്സിലാക്കണം. അതിനെ കുറിച്ചിട്ട് സ്റ്റെപ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഒന്ന് നോക്കി ഓർഡർലി പ്ലാനിങ്
സൈഡിൽ നിന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. ഓർഡർലി പ്ലാനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മള് ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതിനെ കുറിച്ചിട്ടാണ് ഓർഡർലി പ്ലാനിങ്ങിൽ പറയുന്നത്. ഇത് ഫുൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അദ്ദേഹമാണ് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ നമുക്ക് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് വേണം. അതിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് സപ്പോർട്ട് വേണം. കാരണം ഹോസ്പിറ്റലിൽ ബിൽഡ് ചെയ്യാൻ പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഓർഗനൈസേഷണൽ ഫങ്ഷനിങ് സപ്പോർട്ട് വേണം. ഒരു ഓർഗനൈസേഷൻ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള സ്റ്റാഫ് കാര്യങ്ങൾ സപ്പോർട്ട് വേണം. ബിൽഡിംഗ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ആർക്കിടെക്ചർ അഡ്വൈസ് നമുക്ക് വേണം. പിന്നീടാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പ്ലാൻസുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ ടാർഗറ്റ് ഡേറ്റ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇന്ന ദിവസം അറ്റൈൻ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളത് അറേഞ്ച് ചെയ്യും. ദെൻ നമ്മൾ ഫങ്ഷനിങ് പ്രോഗ്രാംസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്, അത് അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, അതേപോലെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാഫ്സിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടും ഒരു കറക്റ്റ് പ്ലാൻ ആരുടെ കയ്യിൽ വേണം? അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിൽ വേണം. ക്ലിയർ ആണോ? ടോപ്പിക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബാക്കിയുള്ളവര്? ശ്രീലക്ഷ്മി? ഓക്കെ ഓക്കെ. എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ്. അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോ നമ്മൾ പറഞ്ഞു ആർക്കിടെക്ചർ അഡ്വൈസ് വേണം എന്നുള്ളത്. അപ്പൊ നമുക്കിനി വേണ്ടത് നമുക്കൊരു സൗണ്ട് ആയിട്ടുള്ള ആർക്കിടെക്ചർ പ്ലാൻ ആണ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. ഹോസ്പിറ്റലിന്റെ ഒരു ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ പ്ലാൻ വേണം. കാരണം എമർജൻസി ആയിട്ട് ഒരു സർവീസ് എൻറ്റർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. സോ അവിടെ ഒരു സൗണ്ട് ആയിട്ടുള്ള ആർക്കിടെക്ചർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു നല്ല പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോയിന്റ് ആൻഡ് ആർക്കിടെക്ചർ എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ ഡിസൈൻസ്. എല്ലാ ആർക്കിടെക്ചറിനെയും നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കൺസൾട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഓരോ ഹോസ്പിറ്റൽസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന്. അങ്ങനെയുള്ളൊരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
Then select a site large enough. അത്യാവശ്യം വലിയൊരു സൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അത്യാവശ്യം വലിയൊരു ഏരിയ ആയിരിക്കണം നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷൻ നീഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഹോസ്പിറ്റൽ സർവീസ്. അപ്പൊ നമുക്ക് പുതിയ ഡിപ്പാർട്ട്മെന്റ്സും പുതിയ ബിൽഡിംഗും ഒക്കെ അവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ലാർജ് സൈറ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അസസ് ഓഫ് പോപ്പുലേഷൻ, അതേപോലെ പോപ്പുലേഷൻ കൂടാനാണ് ചാൻസ്. അപ്പൊ പോപ്പുലേഷൻ കൂടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈറ്റ് ഹോസ്പിറ്റലിന്റെ സൈറ്റ് സെലക്ട് ചെയ്യണം. ദെൻ പബ്ലിക്കിന് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈസിലി അസസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം ഹോസ്പിറ്റൽ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിന് ഒരു ആർക്കിടെക്ചർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ അറിയാവുന്ന ഒരു ആർക്കിടെക്റ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലാർജ് സൈറ്റ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാർജ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. Then ഇത് സെലക്ട് ചെയ്തു അല്ലെ, സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് എൻഷുർ ക്ലിയർ മൂവ്മെന്റ് പാത്ത്. എന്ന് വെച്ചാല് നമുക്കറിയാം ഡിഫറെന്റ് വ്യക്തികൾ വരുന്നൊരു സ്ഥലമാണ് ഇത് ഹോസ്പിറ്റൽ. സ്റ്റാഫ്സിന് വരണം, പേഷ്യൻസ്, വിസിറ്റേഴ്സ്, സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. സോ ഇവർക്കൊക്കെ മൂവ്മെന്റ് ഈസി ആകുന്ന രീതിയിൽ വേണം നമ്മൾ ആ ആർക്കിടെക്ചർ പ്ലാനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, CCU പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്തായിരിക്കണം നമ്മള് മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലേസ്. അല്ലെങ്കിൽ ആ ഈസിലി നമുക്ക് ഒരു പേഷ്യന്റിനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഈസിലി നമുക്ക് എവിടേക്ക് എത്തിക്കണം, CCUലേക്ക് എത്തിക്കണം. ഏറ്റവും ടോപ്പിലാണ് CCU. സോ അതിന് വേണ്ടിയിട്ട് ഈ പേഷ്യൻസിനെ മാത്രം എന്ത് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സെപ്പറേറ്റ് ലിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മേഖലയുണ്ട്. ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങളായിട്ടാണ് വരുന്നത്. സോ ഇൻഫെക്ഷൻ ഈസിലി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽസ്. അപ്പൊ ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കേണ്ട ഒരു പ്ലേസും കൂടിയാണ് ഇത് ഹോസ്പിറ്റൽ. അതേപോലെ ഡിസാസ്റ്റർ പ്ലാനിങ്. ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, അതിന് വേണ്ട പ്ലാൻസും കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റൽസുകളിൽ ജസ്റ്റ് ഒരു കാര്യം പറയണം, ഫയർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കോഷൻ ഉണ്ടാവും. ഫയർ ഒക്കർ ചെയ്തിട്ടല്ല, ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഫയറിന്റെ സമയത്ത് ഡോണ്ട് യൂസ് ലിഫ്റ്റ്, യൂസ് സ്റ്റെയർ. സ്റ്റെയർ ഇങ്ങനെ പോലെയാണ് ഫയർ എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓവറോൾ പ്ലാനിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ? ഹോസ്പിറ്റൽസിൽ കാണാൻ പറ്റും ഫയർ എക്സിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഡിസാസ്റ്റർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിങ് എന്ത് ചെയ്യാനായിട്ട്, മേക്ക് ചെയ്യാനായിട്ട്. ഇനി ഡിസൈൻ ഷുഡ് അലൗ എഫിഷ്യന്റ് യൂസ് ഓഫ് സ്റ്റാഫ്സ്. സ്റ്റാഫുകൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഇന്റർചേഞ്ചബിൾ റൂംസുകൾ, അതേപോലെ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി. ഒരു ഫ്യൂച്ചർ നീഡിനായാലും അവിടെ ഒരു പ്ലേസ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഒരു CCUന്ന് തൊട്ടടുത്ത് തന്നെ കാർഡിയാക് വാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവിടേക്കുള്ള പേഷ്യൻസിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും എളുപ്പം അതാണ്. അപ്പൊ CCUവിന്റെ അടുത്ത് തന്നെ ഒരു കാർഡിയാക് വാർഡോ കാർഡിയാക് പേഷ്യൻസിന്റെ റൂംസോ അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉറപ്പ് പ്രൊവൈഡ് ചെയ്യാം. നമ്മളിപ്പോ ഒരു CCU മുകളിലും കാർഡിയാക് വാർഡ് താഴെയുമാണ്, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് അവിടെ എത്തിക്കുന്നത് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമില് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് അത് വളരെയധികം മോശമായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസസ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ പ്ലാനുകളും പേഴ്സൺസിനെയും എക്യുപ്മെന്റ്സും എന്തായാലും കറക്റ്റ് ആയിട്ട് അവിടെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനും കാര്യങ്ങളായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് നോക്കാം സൗണ്ട് ആർക്കിടെക്ചർ പ്ലാൻസിനെ കുറിച്ചിട്ട്. A sound architecture plan should be achieved by the hospital through following. ഒരു സൗണ്ട് ആർക്കിടെക്ചർ പ്ലാൻ ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ വേണം. Engage an architect, experience in hospital design and construction.
ഹോസ്പിറ്റൽ ഡിസൈനും കൺസ്ട്രക്ഷനിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ വേണം നമ്മൾ കൺസൾട്ട് ചെയ്യാൻ. Selection of large site enough to provide for future expansion and access of population. ഒരു ലാർജ് സൈസ് ലാർജ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഫ്യൂച്ചർ എക്സ്പാൻഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അതേപോലെ എല്ലാ പോപ്പുലേഷനും അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈറ്റ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, recognizing the need of clear pattern around the hospital to allow the movement of hospital staffs. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന് പേഷ്യൻസിന് വിസിറ്റേഴ്സിനൊക്കെ അത് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സപ്ലൈസ് മെഡിസിൻസും കാര്യങ്ങളും സപ്ലൈ ചെയ്യാനുള്ള ഒരു പാത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Adequate attention to important concepts such as infection control and disaster planning. നമ്മൾ ആ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഡിസാസ്റ്റർ പ്ലാനിങ്ങിനും കൂടുതലായിട്ട് അറ്റൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈൻ ദാറ്റ് വിൽ പെർമിറ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് പേഴ്സണൽസ്. ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ നമുക്ക് നമ്മളുടെ സ്റ്റാഫുകളെ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. their change ability of rooms, their interchange abilities of rooms കാര്യങ്ങളുടെയും അവൈലബിലിറ്റി ആൻഡ് പ്രൊവൈഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് നൽകണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ CCUന്റെ കാര്യത്തില്, CCUന്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം വാർഡെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ അവർക്ക് വളരെയധികം എങ്ങനെയാണ് ഈസി ആയിരിക്കും. അപ്പോ അങ്ങനെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഒരു ആർക്കിടെക്ചർ പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട്. റീഡ് നോക്കി ആർക്കിടെക്ചർ പ്ലാൻ. ബാക്കിയുള്ളവരെല്ലാവരും വായിച്ചോ? ഇനി നമ്മൾ നോക്കുന്നത് മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിംഗ് ആണ്. മെഡിക്കൽ ടെക്നോളജി ഇസ് അഡ്വാൻസിങ് വെരി ഫാസ്റ്റ്. നമുക്കറിയാലോ ഇന്ന് മെഡിക്കൽ ടെക്നോളജി വളരെ അഡ്വാൻസിങ് ആവാണ്. ഓരോ ദിവസവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്.
Use of advanced technology affect the professional status. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ അഫക്ട് ചെയ്യും. നമ്മൾ പഴയ രീതിയിലുള്ള ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന് അത്ര സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അപ്പോൾ there is a shortage of resource and making planning difficulties. നമുക്ക് ഈ ടെക്നോളജീസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് ഷോർട്ടേജ് ഉണ്ട്. സോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മളത് അതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സപ്പോസ് നമ്മൾ റാഷണൽ പ്ലാനിങ് ഓഫ് ടെക്നോളജി ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാതെയാണ് ഈ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പോലെ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് രാജ്യത്തിനെ സംബന്ധിച്ച് റാഷണൽ പ്ലാനിങ് കറക്റ്റ് ആയിട്ടുള്ള ആസൂത്രണം അല്ലെങ്കിൽ നമുക്കത് ഡിഫിക്കൽറ്റിയാണ്. പ്ലാനിങ് ഇസ് ഹെൽപ്ഡ് ബൈ നമ്മള് ഹോസ്പിറ്റൽ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ടെക്നോളജീസും കാര്യങ്ങളും എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ദെൻ നമുക്കറിയാം CCU എന്ന് പറയുന്നത്, CCU യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കോർണറി കെയർ യൂണിറ്റ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് CCU യൂണിറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ഡിസ്പൈറ്റ് ലിമിറ്റ്സ് ട്രയൽ എവിഡൻസ്. നമുക്ക് ആ CCU യൂണിറ്റ് നമുക്ക് ട്രയൽ ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ നോക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത്രയും എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് CCU. സോ CCU എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെക്നോളജീസും കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ് CCU യൂണിറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം CCU യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റാഫ്സ്, അതേപോലെ തന്നെ കാർഡിയാക് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം ഈ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. നമുക്ക് ഒരു ട്രയൽ നോക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല ഏത് CCU യൂണിറ്റിലേക്ക് ട്രീറ്റ്മെന്റ്. നമ്മൾ പ്രോപ്പറായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വേണം നമ്മളുടെ ഇതുപോലത്തെ എമർജൻസി ആയിട്ടുള്ള യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെയർ കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം. മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ്. Development in medical technology are taking place so rapidly that now the use of sophisticated technology determine the professional status. ഇന്ന് ഇതേപോലത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കും. കാരണം നമ്മൾ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യണം നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സെലക്ട് ചെയ്യും. The diffusion of medical technology versus shortage of resources constantly play on the mind of the planners. ഇപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ടെക്നോളജി കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ഷോർട്ടേജ് ഓഫ് റിസോഴ്സ്, അത് നമ്മുടെ ഷോർട്ടേജ് ഓഫ് റിസോഴ്സ് വരാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾക്ക് എമർജൻസി ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു CCU യൂണിറ്റ് ഉണ്ട്. പക്ഷെ അവിടെ എഫിഷ്യന്റ് ആയിട്ടൊരു ഡോക്ടർ അല്ലെങ്കിൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ അത് നമ്മളെ ബാഡ്ലി അഫക്ട് ചെയ്യില്ലേ. നമ്മൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതേപോലുള്ള യൂണിറ്റും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ. ഈവൻ ഇൻ വെസ്റ്റേൺ കൺട്രി, rational planning for medical technology is an exclusive subject. വെച്ചിട്ടുണ്ടെങ്കിൽ റാഷണൽ പ്ലാനിങ് ഒരിക്കലും നമ്മള് മെഡിക്കൽ ടെക്നോളജിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം അത് നമ്മളെ ഡിഫിക്കൽട്ടീസ് വരാനുള്ള കാരണമാകും. Workshop on problem of planning of health service in urban area in Europe felt that rational planning is added by the hospital hierarchy of specialization. നമ്മൾ റാഷണൽ പ്ലാനിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ഹയറാർക്കി സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പോ പ്രോബ്ലംസോ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വർക്ക്ഷോപ്പും പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്ത് നമുക്കൊരു കാര്യം നടപ്പിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കേസ് അല്ല ഹോസ്പിറ്റലിന്റെ കേസ്. സോ നമുക്ക് ട്രയലൊന്നും നോക്കാൻ പറ്റൂല.
ട്രയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സർവീസും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റെൻഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. By national review agency which have a strong link with the similar agencies in other countries. അപ്പോൾ ഈ നാഷണൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഏജൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് കോർണറി കെയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് there was great finance to formal control trials. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോർണറി കെയർ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ സംബന്ധിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കെയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർമൽ കൺട്രോൾ ട്രയലൊന്നും നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ആക്ച്വൽ ട്രീറ്റ്മെന്റ് അവിടെ വൈകി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ഹെൽത്തിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് വരും. Some studies suggest that admission to a CCU is no better than treatment at home. ഇപ്പോ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു CCU അല്ല നമ്മളുടെ ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് വീട്ടിൽ കൊടുക്കുന്നത് പോലെ ആകും. നമ്മൾ CCU ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പേഷ്യന്റ് വീട്ടിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പോലെയാവും. അപ്പൊ നമുക്ക് വേണ്ടത് പ്രൊഫഷണലൈസ്ഡ് ആയിട്ട് ഈ യൂണിറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു എന്താണ് ഒരു ടീം തന്നെ വേണം. അപ്പോൾ however the professional as well as popular view of this unit is entrenched that it is often difficult to plan for proper use of these expensive facilities. സോ നമ്മൾ ഒരു പ്രൊഫഷണൽ അതേപോലെ പോപ്പുലർ ആയിട്ടുള്ള വ്യൂ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതേപോലുള്ള യൂണിറ്റ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാം ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ്. അത് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ് ഒരു നിമിഷം പോലും വൈകാത്ത രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് റീഡിങ് നോക്കാൻ പറ്റുമോ? മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ് ഒന്ന് റീഡ് ചെയ്ത്.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? നമ്മളിനി നോക്കുന്നത് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് ആണ്. എന്താണ് റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സർവീസ് ബൈ ഏരിയ. എവിടെയാണ് ഹോസ്പിറ്റൽ സർവീസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ റീജിയണലൈസേഷനിൽ പറയുന്നത്. സർവീസ് റേഞ്ച് ഫ്രം പ്രൈമറി കെയർ ടു സ്പെഷ്യലൈസ്ഡ് കെയർ. പ്രൈമറി കെയർ മുതൽ സ്പെഷ്യലൈസ്ഡ് കെയർ വരെ എങ്ങനെയുള്ള ഏരിയാസിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഈ റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പറയുന്നത്, മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. റീജിയണലൈസേഷനിലേക്ക് വരുമ്പോൾ പ്രൈമറി കെയർ നമ്മൾ പ്രാദേശികമായിട്ടുള്ള കെയറും കാര്യങ്ങളും ലോക്കൽ ഏരിയയിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് കെയർ എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹൈ ലെവൽ കെയർ ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലായിരിക്കും നമ്മൾ ഈ കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹയർ ലെവൽ കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ കോളേജുകൾ പോലുള്ള ഹോസ്പിറ്റൽസിലായിരിക്കും ഏത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റീജിയണൽ പ്ലാനിങ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. ഒരു ഹോസ്പിറ്റൽസിന്റെ എഫിഷ്യൻസി കൂട്ടാനും അതിന്റെ എഫക്റ്റീവ്നെസ്സിനെയും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റീജിയണൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് റീജിയണൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് നടപ്പിലാക്കാനായിട്ട് പറ്റും. നമുക്കറിയാം ഹോസ്പിറ്റൽ യൂഷ്വലി വർക്ക് ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നത്. They should be coordinate to provide area based service. അപ്പൊ നമുക്കൊരു ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ചില റൂറൽ ഏരിയയിൽ ഒരു ട്രീറ്റ്മെന്റും കിട്ടാത്ത രീതിയിലോ അർബൻ ഏരിയയിൽ മാത്രം കിട്ടുന്ന രീതിയിലോ പാടില്ല ഹോസ്പിറ്റൽസുകൾ പ്ലാൻ ചെയ്യാൻ. എല്ലാ ഏരിയയിലും ഒരേപോലെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. റൂറൽ ഏരിയാസിലും ഹോസ്പിറ്റൽസ് വേണം, അർബൻ ഏരിയാസിലും ഹോസ്പിറ്റൽ വേണം. റൂറൽ ഏരിയാസിൽ പ്രൈമറി കെയർ കിട്ടിയാലും മതി. നമുക്ക് ആ ഒരു അർബൻ ഏരിയയിലേക്ക് എത്തുന്ന വരെയുള്ള ഒരു കെയറും കാര്യങ്ങളും റൂറൽ ഏരിയയിൽ കൊടുക്കാനായിട്ട് പറ്റണം. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഈ റീജിയണലൈസേഷനിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ അറിയാലേ, നമുക്ക് നമ്മളുടെ ഏരിയയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് നമ്മള് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അല്ലെ താലൂക്ക് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രികൾ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല് ഇവിടെ അടുത്തൊരു ചെറിയൊരു ഗോതിരത്ത് എന്ന് പറയും, ആ ഒരു സ്ഥലത്താണ്. ചെറിയൊരു ഏരിയ ആണ്. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ഒരു ഏരിയയിലാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉള്ളത്. അവിടെ ട്രീറ്റ്മെന്റ് വൈകി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചുകൂടി എമർജൻസി ആണെങ്കിൽ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റൽസിലേക്കാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്. താലൂക്ക് ഹോസ്പിറ്റൽ പറവൂർ താലൂക്ക് ഹോസ്പിറ്റലാണ്. നെക്സ്റ്റ് വരുന്നത് ഞങ്ങൾക്ക് ഏതാണ്, ജില്ലാ ആശുപത്രിയാണ്, എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി. ഇനിയും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണമെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും ട്രീറ്റ്മെന്റ് വയ്ക്കാനും പാടില്ല, എന്നാൽ പ്രോപ്പർ ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണം. അപ്പൊ അതിൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് വളരെ വലുതാണ്. ഒത്തിരി കൺട്രീസ് ഇതിന്റെ ബേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, ചിലി എന്ന് പറയുന്നത് ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. ഗ്രേറ്റ് ബ്രിട്ടനൊക്കെ ഇതേപോലത്തെ കെയർ റീജിയണലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൂടുതൽ മുന്നോട്ട് വരുന്നൊരു കൺട്രീസ് ആണ് ഇവര്. റീജിയണൽ പ്ലാനിങ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ്. ഈ റീജിയണൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും.
Then proper use of facilities, പ്രോപ്പർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും റീജിയണൽ പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാച്ചിങ് സർവീസ് ടു പേഷ്യന്റ് നീഡ്സ്, ഓരോ പേഷ്യൻസിന്റെയും നീഡ്സ് അനുസരിച്ച് നമുക്ക് സർവീസുകൾക്ക് മാച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൈമറി താലൂക്ക് ഹോസ്പിറ്റൽ സർവീസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ എങ്ങോട്ട് റെഫർ ചെയ്യാം, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. എന്തായാലും മെഡിക്കൽ കോളേജിൽ സ്പെഷ്യലൈസ്ഡ് കെയറും സർവീസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, different levels of care can be provided according to the patient needs. ഓരോ പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ചിട്ടാണ് ഏത് ലെവൽ കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്, പ്രൈമറി ആണോ, ഹയർ ആണോ, സ്പെഷ്യലൈസ്ഡ് കെയർ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റീജിയണലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏരിയയാണ്, ഹോസ്പിറ്റൽസ് സെറ്റ് ചെയ്യേണ്ട ഏരിയനെ തന്നെയാണ് നമ്മൾ റീജിയണലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ. Hospitals other than healthcare institutions have traditionally remained individualistic, independent of each other. നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. On the contrary, they should be coordinated in order to make up the system of medical and health care, which provides service on an area-wise basis. എന്നിരുന്നാലും നല്ല രീതിയിൽ മറ്റ് മെഡിക്കൽ സർവീസ്, മെഡിക്കൽ സിസ്റ്റം ഒക്കെ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏരിയയുടെ ബേസിലാണ് മെയിൻ ആയിട്ട് നമ്മൾ അതിനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. However, this cannot become possible without the active involvement of the government. ഈ ഒരു കാര്യം നമുക്ക് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് കൂടാതെ നമുക്ക് പോസിബിൾ ആകില്ല. ഗവൺമെന്റും കൂടി മുൻകൈ എടുത്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് നമുക്ക് പോസിബിൾ ആകുള്ളൂ. അപ്പാർട്ട് ഫ്രം USSR, ഞാൻ പറഞ്ഞില്ലേ യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക് ആണ്. ചിലി എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കൺട്രി ആണ്. ഗ്രേറ്റ് ബ്രിട്ടൻ, where complete regionalization of medical care has taken place. ഈ രാജ്യങ്ങളിൽ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയറും കാര്യങ്ങളും ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. Few other countries have reorganize the hospital system along with these lines. ഈ റീജിയണലൈസേഷനെ ബേസിൽ ഹോസ്പിറ്റൽസ് റീഓർഗനൈസ് ചെയ്യുന്നുണ്ട് ചില രാജ്യങ്ങളിൽ. എന്നിരുന്നാലും അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ ഇസ് നെസസറി ബിക്കോസ് റീജിയണൽ പ്ലാനിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഹോം ഫെസിലിറ്റീസ്. നമ്മൾ ഈ റീജിയണലൈസേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് റീജിയണൽ പ്ലാനിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയണലൈസേഷൻ പോസിബിൾ ആകണം. ആൻഡ് ഹോസ്പിറ്റൽ ഈസ് സംതിങ് ടു വിച്ച് ഹെൽത്ത് പ്ലാനേഴ്സ് ഹാവ് ആസ്പയർഡ് ഫോർ മെനി ഇയേഴ്സ്. ഹോസ്പിറ്റൽ സർവീസ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കും ഹോസ്പിറ്റൽ. സോ അതനുസരിച്ച് വേണം നമ്മൾ പ്ലാൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ. Through its application, it is thought that the construction of new hospital and health centers can be tailored to requirement of the users. നമ്മുടെ യൂസേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം ന്യൂ ഹോസ്പിറ്റൽ ആവട്ടെ ഹെൽത്ത് സെന്റേഴ്സ് ആവട്ടെ കൺസ്ട്രക്ട് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും. That the necessary rational distribution of buildings facility will be obtained and enable health service to be delivered according to system. എന്നാൽ മാത്രമാണ് റാഷണൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലായാലും ബിൽഡിങ്ങിന്റെ കാര്യത്തിലായാലും കറക്റ്റ് ആയിട്ട് റാഷണൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹെൽത്ത് സർവീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദ സിസ്റ്റം in which different level of competency adapted to needs of the patient can be distributed. ഓരോ പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഈ ഹോസ്പിറ്റലിന്റെ റീജിയണലൈസേഷൻ പോസിബിൾ ആയാൽ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി,
സെക്കൻഡറി ടേഷറി കെയർ സർവീസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ. ഇപ്പൊ പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലും, സെക്കൻഡറി വരുമ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും, നെക്സ്റ്റ് മെഡിക്കൽ കോളേജ്, നമ്മൾ ടീച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ മാത്രമാണ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് പോസിബിൾ ആകുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എല്ലാവരും നോക്കിയോ റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസുകൾ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. കുറച്ചുകൂടി പോർഷൻ ഉണ്ട്, അത് ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റീജിയണലൈസേഷൻ വരെ നിങ്ങൾ നോക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you. Thank